ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളെ വേടനെ കുറിച്ചിട്ട് പറയാണ് ഇന്നത്തെ ഉദ്ദേശം. നമ്മുടെ റിപ്പോർട്ട് ചാനലിലെ അരുൺകുമാറുമായിട്ട് നല്ലൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു. വളരെ സന്തോഷമായി കാണാൻ. അവർ കുറേ ആശയങ്ങൾ പങ്കിടുന്നതും വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സിസ്റ്റം ശരിയല്ല എന്നുള്ളതിൽ 100% ഞാനും അതിനോട് അനുകൂലിക്കുന്നുണ്ട്. വേടൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വേടൻ അതിനുള്ള കുറേ ഐഡിയകളുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല എന്നുള്ളത് ഒരു മാത്രമേ ഉള്ളൂ. അതെനിക്കിഷ്ടപ്പെട്ടു. അവരുടെ സംഭാഷണങ്ങളും വേറെല്ലാം നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റേണ്ട കാര്യങ്ങൾ ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. രാവിലെ 8 മണി മുതൽ അല്ലെങ്കിൽ 9 മണി മുതൽ തുടങ്ങി രാവിലെ മുതൽ വൈകുന്നേരം 5 മണി 6 മണി വരെ കുട്ടികളെ ഇരുത്തി പഠിപ്പിച്ച് ശരിയാക്കുന്ന സിസ്റ്റം തന്നെ ശരിയല്ല. ഒന്നാമത് അത്രയും പഠിക്കാൻ മാത്രം ഇന്നത്തെ കാലത്തൊന്നുമില്ല. നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇന്നത്തെ AI ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാറ്റിനും ആൻസർ തരുന്ന സംഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മളെന്തിനും കുറേ കാണാതെ പഠിച്ച് കുറേ മാർക്ക് വാങ്ങിച്ചിട്ട് അവരൊന്നും എവിടെ എത്തിയിട്ടില്ല. അതിൻ്റെ ആ സിസ്റ്റം തന്നെ മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പറയാനുള്ളത്, ഇനിയിപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മളായിരിക്കും കുറ്റക്കാരൻ. കാരണം ഇങ്ങനെ ഇതൊരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു വ്യവസായമാണ്. ഒരു വിദ്യാഭ്യാസം നമ്മൾ കൊറോണ കാലത്ത് കണ്ടതാണ്. നമ്മൾ അവിടെ പോകാതെ തന്നെ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളെന്തിനു വെറുതെ കുത്തിയിരുന്ന് നമ്മളെ ആരോഗ്യം ചെറുപ്പം വരെ നശിപ്പിച്ച് കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ നമ്മളെന്തിനാണ് നമ്മുടെ ആരോഗ്യം ഇങ്ങനെ നശിപ്പിക്കുന്നത്? നല്ല പ്രായത്തിൽ നമ്മൾ കളിച്ച് നടക്കണം. അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ട് ഫ്യൂച്ചറിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് പഠിത്തം എന്നുള്ളത് കുറച്ച് കുറക്കണം. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. നമ്മൾ 8 മണിക്കൂർ 10 മണിക്കൂറൊന്നും ഇരുന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. കയറി കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ദിവസം പഠിച്ചാൽ മതി. അത്ര പഠിക്കുമ്പോഴേ നമുക്ക് തലയിൽ എന്തെങ്കിലും കയറുള്ളൂ. അല്ലാതെ കുറേ പഠിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അസ്സലാം, ബൈ.